ശ്രീമദ് ഭാഗവതം ക്ലാസ് 168. നമ്മളിന്ന് നോക്കുന്നത് സ്കന്ധം 8 16-ാമത്തെ അധ്യായമാണ്. മന്വാദി നിർവഹിക്കുന്ന കാര്യങ്ങൾ. മന്വന്തരങ്ങളിൽ നേരത്തെ കുറച്ച് ദേവന്മാരെ, മനുവിനെ, സപ്തർഷികളെ, ഇങ്ങനെയെല്ലാം കുറേ ആളുടെ പേരുകളെല്ലാം പറഞ്ഞു 14 മന്വന്തരങ്ങളിലൂടെ. ഇനി അവരുടെ ധർമ്മം എന്താണ് എന്നാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതുതന്നെയാണ് പരീക്ഷിത്ത് ചോദിക്കുന്നത്. ഓരോ മന്വന്തരങ്ങളിലും മനുക്കളും മറ്റു പറയപ്പെട്ടവരും ഏതേതു പ്രവൃത്തികൾ ചെയ്യുന്നുവെന്നതെല്ലാം എനിക്ക് പറഞ്ഞു തരിക. കാരണം പ്രധാനപ്പെട്ട ആൾക്കാരുടെ കാര്യമെല്ലാം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവരെല്ലാം എന്താണ് ചെയ്യാൻ പോകുന്നത്, അവരുടെ ധർമ്മം എന്താണ്, എങ്ങനെ പ്രവർത്തിക്കണം എന്നെല്ലാമാണ് പറഞ്ഞു തരാൻ പറയുന്നത്. അപ്പം സുഖം പറയുകയാണ്, രാജാവേ, മനുക്കളും മനുപുത്രന്മാരും സപ്തർഷികളും ദേവന്മാരും ദേവേന്ദ്രനും എല്ലാവരും സർവേശ്വരൻ്റെ കൽപ്പനയ്ക്ക് വിധേയമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. സർവേശ്വരൻ പ്രപഞ്ചം സൃഷ്ടിച്ച ശക്തിവിശേഷം, ആ നിർഗുണമായ സംഗതി ഇവർക്കെല്ലാം ഓരോ ജോലികൾ കൽപ്പിച്ചു കൊടുത്തുകൊണ്ടാണ് എല്ലാ മന്വന്തരങ്ങളിലും പ്രവർത്തിക്കുന്നത്. അല്ലാതെ സ്വന്തം ഇഷ്ടത്തിന് പ്രവർത്തിക്കാൻ അവർക്ക് പോലും അവകാശമില്ല. പിന്നെ അതിൻ്റെ താഴെ വരുന്ന നമുക്കെല്ലാം എന്താ അവകാശമാണ്, നമുക്കെന്ത് അധികാരമാണുള്ളത്? അവർ തീരുമാനിക്കുന്ന നമ്മൾ ചെയ്തു പോവുക. പക്ഷേ നമ്മളോട് പറയുകയൊന്നുമല്ല ചെയ്യുന്നത്. നമ്മളെ ഉള്ളിൽ ഞാനെന്നൊരു ചിന്ത ഉണ്ടാക്കിയിട്ട്, ഒരാഗ്രഹം ഉണ്ടാക്കിയിട്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. ഈ വ്യത്യാസമേ ഉള്ളൂ. അവർ തീരുമാനിച്ചു തന്നെയാണ് നമ്മൾ ചെയ്തു വെക്കുന്നത്. അതിൽ നിന്ന് ഒരന്നു മാറാൻ നമുക്ക് പറ്റില്ല, ഇവർക്കും പറ്റില്ല. എല്ലാ സർവേശ്വരനും എന്താണോ തീരുമാനിച്ച ഘട്ടം ഘട്ടമായിട്ടൊരു സുന്ദരമായ ലോകം ഉണ്ടാണ്. അത് എല്ലാവരും ഫോളോ ചെയ്തോളൂ, നമ്മളും ഫോളോ ചെയ്തോളൂ. പക്ഷെ നമ്മളോട് നേരിട്ട് അത് ചെയ്യുന്നല്ല പറയുന്നത്. നമ്മളുടെ ഓരോ ആഗ്രഹങ്ങൾ ഉണ്ടാക്കും, അതിനനുസരിച്ച് നമ്മൾ കർമ്മം ചെയ്യും. പക്ഷേ നമുക്ക് വേണ്ടി എന്ന് ചിന്തിച്ചിട്ട് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമ്മൾ ചതിക്കപ്പെടുകയാണ്. നമുക്ക് വേണ്ടിയിട്ടാണ് എന്ന ചിന്ത വെച്ച് നമ്മൾ ചെയ്യുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അതെന്താണോ തീരുമാനിച്ചത് അത് മാത്രമേ നമ്മുടെ ചിന്തയിൽ വരുള്ളൂ. അതിനനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ പറ്റുകയുള്ളൂ. എൻ്റെ 3 പറയുകയാണ്, അവതാരങ്ങളിലൂടെ പ്രചോദിതനായിട്ട്. അപ്പോൾ ഓരോ മന്വന്തരത്തിലും ഓരോ ദേവതകളെ പറഞ്ഞിട്ടുണ്ട്. വിഷ്ണുവിൻ്റെ ഒരംശം ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. വിഷ്ണുവിൻ്റെ അംശമായിട്ട് ഇന്നാൾ വരുന്നു. അപ്പം അവരാണ് ആ ശക്തി വിശേഷമാണ് നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഇവരെ എല്ലാം തന്നെ അവതാരങ്ങളുടെ പ്രചോദിതനായിട്ട് ആ ശക്തിവിശേഷമാണ് നമ്മളെ പ്രചോദിപ്പിക്കുന്നത് ഉള്ളിൽ നിന്നുകൊണ്ട്. ആ പ്രചോദിപ്പിക്കുന്ന ശക്തിയാണ് ഭഗവാന്റെ അംശമായിട്ട് അവിടെ ചിത്രീകരിച്ചത്. ആ പ്രേരക ശക്തി ഓരോ മന്വന്തരത്തിൽ. ഇപ്പോഴും നമ്മൾ ഒരു വീട്ടിനൊരു പ്ലാൻ ഉണ്ടെന്ന് വെച്ചോ, ആ പ്ലാനിന് ജീവനൊന്നും ഇല്ലെങ്കിലും ആ പ്ലാന് നമ്മളെ പ്രേരിപ്പിക്കും. ഇങ്ങനെ ആദ്യം തറകെട്ട്, ആദ്യം ഗ്രൗണ്ട് വൃത്തിയാക്കുക, പിന്നെ തറകെട്ട്. ആ പ്ലാന് നമ്മളെ നിർദ്ദേശിക്കും. അതുപോലെ നമ്മൾ പോകുള്ളൂ. ഒരു ചായ ഉണ്ടാക്കുന്ന ഒരു കുറിപ്പടി ഉണ്ടെന്ന് വെച്ചാൽ അതിന് ജീവനൊന്നുമില്ല. പക്ഷേ ആ കുറിപ്പടി പ്രകാരമാണ് നമ്മൾ ചെയ്യുക. കുറിപ്പടിയിൽ എന്ത് പറയും? ആദ്യം വെള്ളം വെക്ക്, തിളക്കാൻ വേണ്ടി ചൂടാക്ക്, തിളച്ച് വരുമ്പോൾ ഇത്ര പൊടിയിട്, ഇത്ര വെള്ളത്തിന് ഇത്ര പൊടിയിട് എന്നെല്ലാം പറഞ്ഞ മാതിരി അതുമാതിരിയാണ് നമ്മൾ ചെയ്യുക. നമുക്കൊരു സ്വാതന്ത്ര്യമില്ല. വേടിക്ക് ഇടാം, പക്ഷേ ആ ഗുണം കിട്ടില്ല. അപ്പോൾ പാല് കുറിപ്പാണ് പ്രേരിപ്പിക്കുന്നത്. അതിന് പക്ഷേ ഒരു മനുഷ്യനോ ജീവനുള്ള ഒന്നോ അല്ല. അതേപോലെ തന്നെ ഒരു പ്രേരക ശക്തിയുണ്ട്. അത് പ്ലാനാണ്. പ്രപഞ്ചം എങ്ങനെയെല്ലാം പോകണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ പ്ലാൻ അനുസരിച്ച് അത് പ്രേരിപ്പിക്കും. ആ പ്രേരിപ്പിക്കുന്ന ശക്തിക്കാണ് ആ വിഷ്ണുവിൻ്റെ അംശാവതാരം എന്നുള്ള പറയുന്നത്. അപ്പോൾ അതിൻ്റെ പ്രേരണയാൽ മന്വാദികൾ, മനു മുതലവർ
ലോകവ്യവസ്ഥിതിയെ കൊണ്ടു നടക്കുന്നു. അതിനനുസരിച്ച് ലോകവ്യവസ്ഥിതി ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ച് കൊണ്ടു നടക്കും. 4 യുഗങ്ങളും അവസാനിക്കുന്ന സമയത്ത് കാലത്താൽ ഗ്രസിക്കപ്പെട്ട വേദസമുച്ചയങ്ങളെ ഋഷിമാർ തപശക്തി കൊണ്ട് ഉള്ളതുപോലെ കണ്ടെത്തുന്നു. ഋഷികൾ എന്ന് പറയുമ്പോൾ പ്രപഞ്ച രഹസ്യം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർ. അപ്പം 4 യുഗങ്ങളിലൂടെ മനുഷ്യർ പുരോഗമിക്കുമ്പോൾ ഋഷികൾ തപസ്സിലൂടെ എന്ന് പറഞ്ഞാൽ അതിനെപ്പറ്റി തന്നെ ഗാഠമായി ചിന്തിച്ചിട്ട് ഈ പ്രപഞ്ച രഹസ്യം അവർ മനസ്സിലാക്കുന്നു. ആ ശക്തി, ഒരു ശക്തി വിശേഷമുണ്ട്, അതിനൊരു പ്ലാനുണ്ട്, ആ പ്ലാൻ അനുസരിച്ചാണ് കാര്യങ്ങളെല്ലാം നീങ്ങുന്നത് എന്ന് ഭാഗവതത്തിലെല്ലാം പറയുന്ന ഈ സത്യം അവർ മനസ്സിലാക്കുന്നു. ഇത് ഗവേഷണത്തിലൂടെ മനസ്സിലാക്കേണ്ടതല്ല, കുറേ ബുദ്ധിയെല്ലാം ഉപയോഗിച്ചിട്ട് ഭാവനകളിലൂടെ. കാരണം ആ ഈശ്വരനെ നമുക്ക് ഒരു ഉപകരണം വെച്ച് കണ്ടെത്താൻ പറ്റില്ല. ഈ പ്രേരക ശക്തികളെയൊന്നും അങ്ങനെ അളക്കാൻ പറ്റുന്നതല്ല. പക്ഷേ അങ്ങനെ ഒരു ചില പ്രേരക ശക്തികളുണ്ടെന്ന് ഋഷികൾ സ്വന്തമായി മനസ്സിലാക്കിയിട്ട് നമ്മളെ സയൻസ് എല്ലാവർക്ക് മനസ്സിലാവും. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള പ്രേരക ശക്തികളെ അവരുടെ ബുദ്ധി ഉപയോഗിച്ചാണ് കണ്ടെത്തിയിരിക്കുന്നത്. കാരണം ഇപ്പോൾ നമ്മളെ എല്ലാ കർമ്മങ്ങളും, പക്ഷേ ആധുനിക സയൻസും അതെടുത്തിട്ടില്ല. ദേഷ്യം എന്നൊരു വികാരത്തിന് വലിയ പ്രാധാന്യമുണ്ട്. ദേഷ്യം പിടിക്കുമ്പോഴാണ് നമ്മൾ പലതും കൊണ്ട് പ്രവർത്തിക്കുന്നത്. പക്ഷേ ആ ദേഷ്യം എന്നൊരു വികാരം സയൻസിലില്ല. പക്ഷേ നാട്ടിൽ നടക്കുന്നതെല്ലാം ഇത്തരം വികാരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് കാര്യം നടക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഋഷികൾ സ്വന്തം 4 യുഗങ്ങളിലൂടെ അവർ മനസ്സിലാക്കിയെടുത്തിട്ടാണ് വേദങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനെ ആശ്രയിച്ചാണ് സനാതനമായ ധർമ്മം നിലനിൽക്കുന്നത്. അവർ മനസ്സിലാക്കി ഇതെല്ലാം നമ്മളൊന്നും അല്ല ചെയ്യുന്നത്, നമ്മളെ പിന്നിലൊരു ശക്തി, അതിനൊരു പ്ലാനുണ്ട്. അത് ഘട്ടം ഘട്ടം എല്ലാ യുഗത്തിലും ഇത് തന്നെയാണ് സംഭവിക്കുന്നത്. ഇന്ന് നമ്മൾ പോകുന്ന മാതിരി തന്നെയാണ് എല്ലാ യുഗത്തിലും പോകാൻ പോകുന്നത്. അതിൽ മാറ്റമൊന്നുമില്ല. ചെറിയ ചെറിയ കാലത്തിനനുസരിച്ചിട്ടുള്ള മാറ്റങ്ങളുണ്ടാകും. പക്ഷേ അടിസ്ഥാനപരമായിട്ട് കൃതയുഗം, ഗോത്രകാലഘട്ടം, കൊളോണിയലിസം ഇങ്ങനെ തന്നെയാണ് ലോകം പോകുക. അതെല്ലാം സൂക്ഷ്മ നിരീക്ഷണത്തിലൂടെ അവരെ മനസ്സിലാക്കി. അതിനാണ് സനാതനമായ ധർമ്മം, അതിനാണ് നിലനിൽക്കുന്നത്. അത് ഋഷികളെല്ലാം കണ്ടെത്തുന്നു. അതാണ് സപ്തർഷികളുടെ ജോലി. അവരത് വേദത്തിൽ കുറിച്ച് വെച്ചു. അതാണ് നമ്മളിപ്പോൾ വായിച്ച് മനസ്സിലാക്കുന്നത്. 5 അതിനെ തുടർന്ന് മനുക്കൾ ശ്രീഹരിയാൽ പ്രേരിതനായിട്ട്, മനു എന്ന് പറയുന്ന ആ പ്രേരക ശക്തി ശ്രീഹരിയാൽ പ്രേരിതരായിട്ട്, അതാണ് പ്രേരിപ്പിക്കുന്നത്. മനുവിനെയും പ്രേരിപ്പിക്കുന്ന ആ ശക്തി വിശേഷമാണ്. അവരുടെ കാലഘട്ടത്തിൽ, ഓരോ കാലഘട്ടത്തിലും കൃതയുഗം, ത്രേതായുഗം, അങ്ങനെ പല കാലഘട്ടങ്ങളിലുണ്ട്. 4 പാദങ്ങളായി സനാതന ധർമ്മങ്ങൾ 4 പാദങ്ങളായിട്ട്. അപ്പം 4 പാദങ്ങൾ എന്താണ്? കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 പാദങ്ങളിലൂടെയാണ് ലോകം പുരോഗമിക്കുന്നത്. 4 തരം സയൻസിലൂടെയാണ് വേദം പുരോഗമിക്കുന്നത്. ഋഗ്വേദം, യജുർവേദം, സാമവേദം, അഥർവവേദം. ഇതെല്ലാം സനാതന ധർമ്മങ്ങൾ അച്ചടക്കത്തോടെ മൂവിലെങ്ങും കൊണ്ടു നടക്കുന്നു. അങ്ങനെ മനുക്കളാണ്, ആ പ്രേരക ശക്തികളാണ് 4 യുഗങ്ങളിലൂടെ കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം അതിലൂടെ ലോകത്തെ മുന്നോട്ടേക്ക് നയിക്കുന്നത്. ഒരു യുഗം നശിക്കുമ്പോൾ അതിനെ ഇല്ലാതാക്കിയിട്ട് അടുത്തയിലേക്ക് കിടക്കും. അതാണ് 1-ാം ലോക മഹായുദ്ധം. ഇല്ലെങ്കിൽ അതാണ് പരശുരാമൻ്റെ കാലഘട്ടം. അത്തരത്തിൽ അതൊക്കെ കൊണ്ടുപോകും. 6 മനുപുത്രന്മാരെ പറ്റി പറഞ്ഞിട്ടുണ്ട്. മനുപുത്രന്മാരിലൂടെ പുത്രന്മാർ മന്വന്തരം അവസാനിക്കുന്നത് വരെ, മനുവിൻ്റെ പുത്രന്മാർ മന്വന്തരം അവസാനിക്കുന്നത് വരെ പുത്രപൗത്രാദി മുറപ്രകാരം കർമ്മത്തെ പരിപാലിക്കുന്നു. അപ്പം മനുവിൻ്റെ പുത്രന്മാർ തലമുറകൾ ഉണ്ടാകുന്നു. മക്കൾ അങ്ങനെ ഉണ്ടായിട്ട് മന്വന്തരം അവസാനിക്കുന്നത് വരെ ഈ തലമുറകൾ ഇങ്ങനെ ഉണ്ടായിട്ട് അവരവരുടെ ധർമ്മത്തെ പാലിക്കുന്നു. അവരവർക്ക് വിധിച്ച യജ്ഞകർമ്മങ്ങളിൽ വ്യാപൃതരാകുന്നു. അപ്പോൾ ഈ മക്കൾ ഉണ്ടാകുന്നത് എന്തിനു വേണ്ടിയാണ്? ആ ശ്രീഹരിക്ക് ഒരു പ്രപഞ്ചം ഉണ്ടാക്കണമെന്നുണ്ട്. ഘട്ടം ഘട്ടമാണ്. ആ ഓരോ ഘട്ടത്തിലും ചെയ്യേണ്ട കർമ്മത്തിനനുസരിച്ച് ജനങ്ങളെ
സൃഷ്ടിക്കും. മക്കളെയായിട്ട് അങ്ങനെ പോകും. അവരെല്ലാം അവരവർക്ക് വിധിച്ച യജ്ഞകർമ്മങ്ങൾ വ്യാപൃതരാകുന്നു. അവർക്കൊന്നും അതിന് മാറാനൊന്നും പറ്റില്ല. ഓരോക്കും ജനിക്കുമ്പം തന്നെ കർമ്മം തീരുമാനിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. അവരോടുകൂടി ദേവതകളും പഞ്ചയജ്ഞാദികളിൽ അവരവരുടെ ആവിർഭാവം അനുഭവിക്കുന്നു. ദേവതകൾ എന്ന് പറഞ്ഞാൽ ഈ വസ്തുക്കൾ, ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളെയും ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ കർമ്മങ്ങൾ ചെയ്യുന്നത്. കല്ല് ദേവതയാണ്. കല്ലിനെ നമ്മൾ എടുത്തിട്ട് അതിന് സിമെൻറ്റ് കൊടുക്കും. സിമെൻറ്റ് കൊടുക്കുമ്പോൾ അത് സിമെൻറ്റ് എടുത്തിട്ട് 2 കല്ലുകൾ തമ്മിൽ ചേർത്തിട്ട് മതിലായി മാറും. കുറേ കല്ലുകൾ ചേർന്നിട്ട്. അപ്പം നമ്മൾ കൊടുക്കുന്ന വസ്തുക്കൾ ദേവതകൾക്കാണ് കൊടുക്കുന്നത്. ചോറുണ്ടാക്കാൻ അരിയും വെള്ളവും, വെള്ളം അരിക്കാണ് കൊടുക്കുന്നത്. അത് സ്വീകരിക്കും. വെള്ളം അതിൻ്റെ അകത്ത് കയറി നിൽക്കും. അഗ്നിൻ്റെ ഇടയ്ക്ക് പ്രവർത്തിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടി അവരവർക്ക് വേണ്ടത് ഉപയോഗിച്ചുകൊണ്ടാണ് അവസാനം ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറുന്നത്. അവരവരുടെ ആവിർഭാവങ്ങൾ അനുഭവിക്കുന്നു. നമ്മൾ കൊടുക്കുന്ന അരിയും വെള്ളവും ഇന്ദ്രൻ എടുക്കും. ഇന്ദ്രൻ എടുത്തിട്ട് നമുക്ക് ചോറ് തരും. ഇത് തരത്തിൽ ഓരോ ആളും ഓരോന്ന് സ്വീകരിക്കുന്നുണ്ട്. ഇനി 7 ഇന്ദ്രനാകട്ടെ. ഇന്ദ്രൻ എന്ന് പറഞ്ഞാൽ ലോകത്തെ മുഴുവൻ പരിപാലിക്കുന്ന, എല്ലാ കർമ്മത്തിലും ഇറങ്ങിത്തിരിക്കുന്ന ശക്തിവിശേഷം, എല്ലാ പ്രവൃത്തികളെ ഏകോപിപ്പിക്കുന്ന ശക്തിവിശേഷമാണ് ഇന്ദ്രൻ. ആ പ്ലാൻ അനുസരിച്ചാണ് എല്ലാം ഏകോപിപ്പിക്കുന്നത്. അപ്പം എല്ലാ വസ്തുക്കളെയും ഇന്ദ്രനാണ് നമ്മൾ നൽകുന്നത്. അപ്പം പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടല്ലോ അത് ഇന്ദ്രനാണ് നൽകുന്നത്. ഇന്ദ്രനാണ് അതിനെ വേറെ എടുത്തിട്ട് വേറൊന്നായിട്ട് മാറ്റുന്നത്. ഉദാഹരണമായിട്ട് ചോറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അരിയും വെള്ളവും ഇന്ദ്രന് കൊടുക്കുമ്പം അടുത്ത വീട്ടുകാർ സാമ്പാറിന് വേണ്ട സാധനങ്ങളെല്ലാം ഇന്ദ്രന് കൊടുക്കും. ഈ പ്രപഞ്ചത്തിൽ കല്ലെടുത്തിട്ട് ഇന്ദ്രന് കൊടുക്കും. കല്ല് സിമെൻറ്റും ഇന്ദ്രന് കൊടുക്കും. മേസ്ത്രിക്ക് കൊടുക്കും. മേസ്ത്രി അവിടെ കല്ല് ചേർത്ത് വെച്ചിട്ട് സിമെൻറ്റ് എടുക്കും. അപ്പോൾ അതെല്ലാം ഇന്ദ്രൻ എടുത്തിട്ട് പിന്നെ തരുന്ന എന്താണ്? ഒരൊറ്റ കല്ലിൻ്റെ മാതിരിയാണ്. അതിനെല്ലാം യോജിപ്പിച്ചിട്ട് ആദ്യം 2 കല്ലാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് കുറേ സിമെൻറ്റും മണലും ആണെങ്കിൽ ഇന്ദ്രൻ അതെല്ലാം എടുത്തിട്ട് നമുക്കും തരും, ഒരൊറ്റ കട്ടയായിട്ട് തരും. ആദ്യത്തെ സാധനമല്ല. ഇപ്പോൾ എല്ലാം ഇന്ദ്രന് കൊടുത്തിട്ട് ഇന്ദ്രനാണ് അതിനെ പ്രൊഡക്റ്റാക്കി മാറ്റുന്നത്. ഇപ്പം ലോകത്തിലുള്ള എല്ലാ വസ്തുക്കളും ആർക്ക് അവകാശപ്പെട്ടതാണ്? ഇന്ദ്രന് ആണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ദ്രൻ ഭഗവാനാൽ നൽകപ്പെട്ട സമ്പത്തുകൾ അനുഭവിച്ചുകൊണ്ട് 3 ലോകത്തെയും സംരക്ഷിക്കുന്നു. ഇപ്പം ലോകത്തിലുള്ള എല്ലാ വസ്തു, ഇപ്പോൾ ഇന്ദ്രനാണ് ഇലക്ട്രോണിയും പ്രോട്ടോണിയും കൊടുത്തത്. ഇന്ദ്രൻ അതിനെ എന്ത് ചെയ്യുന്നു? ആറ്റമാക്കി മാറ്റുന്നു. അങ്ങനെ എല്ലാം ഇന്ദ്രനാണ് കൊടുക്കുന്നത്. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തു ഇന്ദ്രനുള്ളതാണ്. അത് കൊടുത്തു കഴിഞ്ഞാൽ ഇന്ദ്രൻ അതിന് വേറെ നാട്ടിത്തരും. അതോടുകൂടി എന്ത് കൊടുത്തു? ഭൂമിയിൽ യഥേഷ്ടം സൃഷ്ടി കാര്യങ്ങൾ നടക്കുന്നു. യഥേഷ്ടം സൃഷ്ടി നടക്കുകയാണ് ഇന്ദ്രൻ ഇടപെടുമ്പോൾ. അപ്പോൾ ഇന്ദ്രൻ്റെ ജോലിയും പറഞ്ഞു. മനുവിൻ്റെ പറഞ്ഞ്, ശ്രീഹരിയുടെ അംശത്തിൻ്റെ പറഞ്ഞ്, ഋഷികളുടെ പറഞ്ഞു. ഇനി വിഷ്ണുവിൻ്റെ പ്രത്യേകിച്ച് ഇനി എടുത്ത് പറയുകയാണ് 8. വിഷ്ണു ഓരോ യുഗത്തിലും സനകാദികളായ സിദ്ധന്മാരുടെ സ്വരൂപം ധരിച്ച് ജ്ഞാനമാർഗത്തെയും, അപ്പോൾ വിഷ്ണു എന്തെയും സനകാദികളുടെ രൂപം ധരിച്ചിട്ട്, വിഷ്ണു തന്നെയാണ് എല്ലാമായി മാറിയുന്നത്. ജ്ഞാനം, വേദങ്ങളെ പ്രചരിപ്പിക്കും. അതായത് സനകാദികൾ എന്ന് പറഞ്ഞാൽ വേദങ്ങളെ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവരായിട്ട് വന്നിട്ട് വേദങ്ങൾ പ്രചരിപ്പിക്കും. യാജ്ഞവൽക്കനായിട്ട് വന്നിട്ട്, ഋഷിയുടെ യാജ്ഞവൽക്കനായിട്ട് വരുന്നതും ഋഷി ഭഗവാനാണ്. എന്ത് ചെയ്ത്? കർമ്മമാർഗത്തെ ഉപദേശിക്കും. യാജ്ഞവൽക്കൻ ദത്താത്രേയനായിട്ട് രൂപം ധരിച്ചിട്ട് യോഗമാർഗത്തെ ഉപദേശിക്കുന്നു. പിന്നെ 9 പറയാണ് മരീചി പ്രതാപതിമാരുടെ രൂപം ധരിച്ച്. അപ്പം ഇതെല്ലാമായിട്ട് വരുന്ന വേദവ്യാസനും എല്ലാം നമ്മളും എല്ലായിട്ട് വരുന്നത് എന്നാണ് പറയുന്നത്. ആ വിഷ്ണു തന്നെയാണ് വരുന്നത്. മരീചി പ്രജാപതിമാരുടെ രൂപം ധരിച്ച് സൃഷ്ടിയെ നിർവഹിക്കുന്നു.
ഓരോരോ രാജാക്കന്മാരുടെയും രൂപം ധരിച്ച്, ഓരോ രാജാവിൻ്റെ രൂപം ധരിച്ച് വന്നിട്ട് ജനദ്രോഹികളായ കാട്ടുകള്ളന്മാരെ കൊന്നൊടുക്കുന്നു. അപ്പം ഈ പുട്ടിനായിട്ട് വന്നതും ആര് തന്നെയാണ്? വിഷ്ണു തന്നെ ആണ്. ട്രംപായിട്ട് വന്നതും ആര് തന്നെയാണ്? വിഷ്ണു തന്നെ ആണ്. അപ്പം എന്തായിട്ട് വരുന്നതും അല്ലാതെ വിഷ്ണുവായിട്ടല്ല വരുന്നത്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഓരോ രാജാക്കന്മാരുടെ രൂപം ധരിച്ചിട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ഏതെല്ലാം രാജാക്കന്മാരുണ്ട് അതെല്ലാം വിഷ്ണു തന്നെയാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് കാട്ടുകള്ളന്മാരെ കൊന്നൊടുക്കുന്നു. ശീതാപവാദി ഗുണങ്ങളോടുകൂടി ശീതം, തണുപ്പ്, ഭൂമി ഉറഞ്ഞു പോവുക, കാലാവസ്ഥ സ്വരൂപത്തോടെ കാലമാകുന്ന സ്വരൂപത്തോടു കൂടി വന്നിട്ട് തണുപ്പ്, ഭയാനകമായ ചൂട്, ഇങ്ങനെയെല്ലാം വന്നിട്ട് അത് ഏതിനനുസരിച്ച്? കാലത്തിനനുസരിച്ച് വന്നിട്ട് സകല ലോകങ്ങളുടെയും വിനാശത്തിനും പ്രവർത്തിക്കുന്നു. ഈ ലോകം മതി, ഇനി ഈ ലോകം മുന്നോട്ട് പോകണ്ട എന്ന് തോന്നുമ്പോൾ ആ കാലം എത്തുമ്പോൾ അത് വലിയ പ്രളയമായിട്ട് വന്നിട്ട് അതെല്ലാം നശിപ്പിക്കും. എൻ്റെ 10 നാമരൂപങ്ങളോടുകൂടി മായയാൽ, നാമരൂപങ്ങളോടുകൂടി പല പേരിൽ മായയാൽ വ്യാമോഹിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ ജനങ്ങളിൽ, ഇപ്പം നമ്മൾ ജനങ്ങളിൽ എങ്ങനെ വരും? നാമരൂപങ്ങളോടുകൂടി പ്രമോദി എന്ന പേരിലെല്ലാം വരും. എന്നിട്ടോ വ്യാമോഹിക്കപ്പെട്ട ബുദ്ധിയാൽ നമ്മളെല്ലാം മായയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ആ ബുദ്ധിയിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ യൂട്യൂബെല്ലാം ചെയ്യുന്നത്. എന്തിനല്ലോ വേണ്ടിയെന്ന് വെച്ച് ചെയ്യുകയാണ്. യഥാർത്ഥത്തിൽ ഇതിലൊന്നും ഒരു കാര്യമില്ല. കാരണം ഇതെല്ലാം മായ കാട്ടിക്കൊണ്ടുന്ന വിക്രിയകളാണ്. അതിലൊരു ലോകം ഇങ്ങനെയെല്ലാം ഉണ്ടാക്കണം. അതുകൊണ്ട് എന്നെ കൊണ്ടെന്നല്ലോ പറയിപ്പിക്കുന്നുള്ളൂ. അപ്പം വ്യാമോഹിക്കപ്പെട്ട ബുദ്ധിയോടുകൂടിയ ജനങ്ങളാൽ പല തരത്തിലുള്ള ദർശനശാസ്ത്രത്താൽ വാഴ്ത്തപ്പെട്ടാലും, എന്നിട്ട് പല വ്യക്തികളുടെയും പല തരത്തിലുള്ള ശാസ്ത്രത്താൽ വാഴ്ത്തപ്പെട്ടാലും, ഇപ്പം ചിലവർ ഹിന്ദു ദൈവത്തിൻ്റെ എല്ലാം പേരിൽ ഈശ്വരൻ ഇതാണെന്ന് പറയും. ചിലത് മുസ്ലിം ദൈവത്തിൻ്റെ പേരിൽ അള്ളാഹാണ് ഈശ്വരൻ എന്ന് പറയും. ചിലത് ക്രിസ്ത്യ യഹോവയാണ് ദൈവം എന്നെല്ലാം പറഞ്ഞിട്ട് പലതരത്തിലും വാഴ്ത്തപ്പെട്ടാലും ഭഗവാനെ ദർശിക്കുവാനാകില്ല. ഭഗവാനെ തിരിച്ചറിയാൻ ഒരാൾക്കും പറ്റില്ല. ഇങ്ങനെ മനുഷ്യർ മായയിൽ അകപ്പെട്ടിട്ട് എൻ്റെ ദൈവം, നിൻ്റെ ദൈവം, ആ ഈശ്വരൻ അങ്ങനെയാണ്, ഈശ്വരൻ ഇങ്ങനെയാണ്, അതിനെ നമ്മൾ ഇന്ന ചെയ്താൽ ഈശ്വരൻ തൃപ്തിപ്പെടും, നമുക്ക് ഇന്നത്തേക്കെന്നെല്ലാം വ്യാമോഹിച്ചിട്ട് എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ ഈശ്വരനെ മനസ്സിലാക്കാനോ കാണാനോ ഒന്നും ആർക്കും സാധ്യമല്ല. അതായത് ഇതിൻ്റെ പിന്നിലെല്ലാം കളിക്കുന്നവർക്കൊന്നും തന്നെ ഈശ്വരനെ, ആ പിന്നിലുള്ള ഈശ്വരനെ തിരിച്ചറിയാൻ പറ്റില്ല. 11 കൽപ്പാന്തത്തിൽ ഉൾക്കൊള്ളുന്ന അവാന്ത കൽപ്പത്തിലെ ഇപ്രകാരമുള്ള 14 പരിണാമം അളവ് പറയപ്പെട്ട് കഴിഞ്ഞു. അങ്ങനെ 14 അവാന്ത കൽപ്പങ്ങളിൽ 14 മന്യന്തരങ്കരാണെന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പം 14 മന്യന്തരം കഴിഞ്ഞാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രളയം മുതൽ ഒന്നും നശിക്കും. എന്നിട്ട് പിന്നെ ഇത് റിപ്പീറ്റ് ചെയ്യുക. അതിന് ലിമിറ്റൊന്നുമില്ല. എത്ര കാലം എന്നുള്ളതിനൊന്നും ലിമിറ്റില്ല. ഇപ്പം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം പൊളിച്ചു കെട്ടിയിട്ട് ആദ്യം ഒന്നേന്ന് തുടങ്ങും. ഇങ്ങനെ കുറേ ആയിട്ട് ഒരു മന്വന്തരം. അങ്ങനെ 14 മന്വന്തരം കഴിയുമ്പോൾ പ്രപഞ്ചം മുഴുവൻ പോയി ഇല്ലാതെയാവും. ഇത് കുറേ കാലം ഇല്ലാണ്ടിരുന്നിട്ട് പിന്നെയും വരും. അതാണ് ഒരു കൽപ്പാന്തകാലം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്യുക. എത്ര കാലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനാർക്കൊരു ഉത്തരം ഇല്ല. എപ്പം തുടങ്ങിയെന്ന് ചോദിച്ചാലും ഉത്തരമില്ല, എപ്പം അവസാനിക്കുമെന്ന് ചോദിച്ചാലും ഉത്തരം ഇല്ല. ഇത്ര ഒരു ചെറിയ അധ്യായമാണ്.